ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ആപ്സ് ഡയറീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേങ്കിൽ ആദ്യം തൊട്ടുള്ളത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാവിലെ ഒരു 11 മണി തൊട്ടുള്ള ഒരു വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി വെക്കാമെന്ന് വെച്ചു, തലശ്ശേരി ദം ബിരിയാണി. അപ്പം ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും തലശ്ശേരി ബിരിയാണി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസി ആയിട്ട് എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ കഴുകിയിട്ട് നമ്മളതൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 വെളുത്തുള്ളി, അതേ അളവിൽ ഇഞ്ചിയും പിന്നെ ഒരു 4 പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു 5 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരളവാണ് ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം. ഇത് ഞാൻ എരി അധികം ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ മോളിവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം എരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 6 പച്ചമുളക് വരെയൊക്കെ യൂസ് ചെയ്യാമേ. അത് ചതച്ചത് മാറ്റി വെച്ചിട്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കണം. ഭയങ്കര നൈസായിട്ട് അരിഞ്ഞെടുക്കണേ. നമ്മളിത് വറക്കാതെ സവാള ഒന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ രാവിലെ ഉപ്പുമാവായിരുന്നു. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഹെവി ആയിട്ടൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ഇതേപോലെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നല്ലത്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവറും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ എത്രമാത്രം നമ്മൾ ഇതുപോലെ സവാള വറുത്തെടുക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പം പറ്റുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു സവാളയാണ് വറുത്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5-2 സവാള വറുത്തെടുത്താലും നല്ലതായിരിക്കും. അപ്പം ആ സമയം തന്നെ മോള് അവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ്. അവൾക്കൊരു കാർഡ്ബോർഡ് കിട്ടി. അപ്പം അത് വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ മോളെയും കൂടെ നോക്കണം. കാരണം ഏതാ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ വേറെ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതായത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളിതിന് മസാല ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് പറയാമേ. ഇതിനു വേണ്ടി ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം, പിന്നെ ഏലക്കായ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ പോലെയുള്ള അത്, പിന്നെ ഗ്രാമ്പൂ, അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കറുവാപ്പട്ട ഇല്ലേ, അത് തീർന്നായിരുന്നു. അപ്പം ഞാനത് ഫില്ല് ചെയ്തിട്ട് അതും കുറച്ച് ആഡ് ചെയ്യണം. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ലേ ചെറുജീരകം, അത്, പിന്നെ ആണെങ്കിൽ 2-3-4 വറ്റൽമുളക്, കുരുമുളക്, ഇത്രയാണ് വേണ്ടത്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടത്. നിങ്ങൾ ഇപ്പം ഇതിൻ്റെ അളവ് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല. ഏകദേശം നമുക്ക് ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒരു ഈക്വൽ എമൗണ്ടിൽ എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വറുത്തിട്ട് ഇത് പൊടിക്കുക, ഇല്ലെങ്കിൽ അല്ലാതെ പൊടിച്ചാലും മതി. ഞാൻ അല്ലാതാണ് പൊടിക്കുന്നത്. അത് നന്നായിട്ട് പൊടിക്കും. ഇതിപ്പം നമുക്കിപ്പോൾ വേണ്ടതിനെക്കാട്ടി കൂടുതലുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഒരു ടിന്നിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. നമ്മൾ ഏകദേശം ഇത്രയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അത് നമ്മളിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചേക്കണം. നമുക്കത് ഇപ്പം വേണ്ട, നമുക്ക് ചിക്കൻ വേവിക്കുന്ന സമയത്തും പിന്നെ അത് കഴിഞ്ഞ് ദമ്മിടുന്ന സമയത്ത് യൂസ് ചെയ്യും. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2 സവാള എടുത്തിട്ട് ഇതുപോലെ വറക്കണേ. അതുപോലെ ഞാനൊരു 3 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട്. ഇതേ ഞാനിപ്പോൾ എടുത്ത കുക്കറില്ലേ, ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത്. അപ്പോൾ അതേ കുക്കറിൽ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്താൽ മതി.
ഇനി ആ ഓയിലിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഓയിൽ കൂടുതലാണ് കുറച്ച് ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ അതേ കുക്കറിലോട്ട് തന്നെ നമ്മൾ സവാള ചേർക്കണം. ഞാനിപ്പം ഇവിടെ ഒരു 1.5 സവാള ചേർത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഏത് ഷേപ്പിൽ ഇതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് വഴളും, അതിൻ്റെ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ചേട്ടൻ എണീക്കുന്നത്. ചേട്ടന് ശനിയാഴ്ച ആയതുകൊണ്ട് ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നത്. അപ്പോൾ ബെഡ് കോഫിയൊക്കെ കുടിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരച്ച് വെച്ചില്ലേ, അതോടെ ഇതിനകത്തൊന്ന് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ച മണം മാറുന്നിടം വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജീര റൈസാണ് യൂസ് ചെയ്യുന്നത്. അത് തലശ്ശേരി ബിരിയാണി ആണെങ്കിൽ ഈ റൈസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഞാനിവിടെ 2 കപ്പാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 പേർക്ക് കഴിക്കാൻ ഉള്ളതുണ്ടാകും. 2 കപ്പ് അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം. ഞാൻ ഒരുപാട് നേരം വെക്കത്തില്ല, ഒരു 5-10 മിനിറ്റ് അത്രേ വെക്കുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ചിക്കൻ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കണം. നന്നായിട്ട് പിടിക്കണം ഇതിനകത്ത്. അപ്പോൾ സ്ലോ ആക്കി വെക്കണം ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം. അപ്പോൾ ഇത് കണ്ടോ, ചിക്കൻ്റെ ആ കളറൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങും. ആ സമയത്ത് വേണം നമ്മളിവിടെ പൊടി ചേർക്കാൻ. ഇതിലാകെ ചേർക്കുന്ന ഒരു പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല, ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് മസാല ചേർത്തിട്ടുണ്ട്. കാരണം അത്രയും വേണം, കാരണം നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അത്രയും ചേർത്തു. അന്നേരത്തേക്ക് മോള് കാണണമെന്ന് പറഞ്ഞിട്ട് അവളെ കാണിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് ചേർത്തതെന്നൊക്കെ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കുറച്ച് നേരം ഇട്ട് ആ ഒരു പച്ച മണമൊക്കെ മാറണം. അപ്പം ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് തൈര് ചേർക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ ഒരു മുറി തക്കാളിയെ ചേർത്ത്, കാരണം തൈര് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഒരു പുളിയുണ്ടല്ലോ, അതുകൊണ്ട് തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് ആയല്ലോ. അപ്പം നമുക്കിനിയും നമ്മുടെ ബിരിയാണി റൈസ് ആണെങ്കിൽ വേവിക്കാൻ വെക്കാം. അതായത് 2 കപ്പിന് അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ്. അപ്പം 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം 3 കപ്പ് വെള്ളവും പിന്നെ നമ്മുടെ എന്തൊക്കെയുണ്ടോ നമ്മുടെ ഇതുപോലത്തെ മസാലാസ് അതെല്ലാം ചേർക്കാം. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കണം. പിന്നെ അതിനകത്തോട്ട് പിന്നെ ചേർക്കേണ്ടതെന്ന് അതിൽ വേണ്ടതെന്ന് വെച്ചാൽ നെയ്യ് കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, 1 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ഒരു അരമുറി നമ്മുടെ നാരങ്ങാ നീരും ചേർത്തു. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫുള്ള് വെന്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 80% ഒക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ചെറുതായിട്ട് ആ ഒരു മസാലയുടെ ഒരു മണം വരുന്നുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് മാറണേ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബാക്കി വന്ന മസാല ഇല്ലേ, അത് ഇതേപോലെ ഒരു ടിന്നിൽ ഞാൻ ഇട്ട് വെക്കും. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒന്നുകൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചു. അപ്പം നമ്മൾ ഈ ഒരു അരി അതിനകത്തോട്ട് ഇടുക. അതിനകത്ത് ഞാൻ കണ്ടില്ലേ, അരി ഇട്ടപ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നു. ആ വെള്ളം കളയണം കേട്ടോ, ഇല്ലെങ്കിൽ അതും ഇതിൽ ആഡായി പോകും. ഈ 3 കപ്പ് വെള്ളം എന്നുള്ളതിൽ കൂടിപ്പോവും, അപ്പോൾ അത് കുഴഞ്ഞു പോവും. അതുകൊണ്ട് അതിനകത്തുള്ള വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് അരി അതിനകത്തോട്ട് ഇടാവേ. അപ്പോൾ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്, പെട്ടെന്ന് വേവും, ഒരു 10 മിനിറ്റിൽ തന്നെ വേവും. ഇതിൽ നല്ലതായിട്ട് വെന്തിട്ടില്ല, ഒരു 70% വെന്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിക്കനും ഫുള്ള് വെന്തിട്ടില്ല, ഒരു 70% വെന്തിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തെ പകുതി ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ റൈസില്ലേ, അതിലെ പകുതിയോളം റൈസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുവാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ഇതുകൂടെ ഇടണം,
വറുത്ത് വെച്ചേക്കുന്ന സവാളയും കൂടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ചിക്കൻ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ കുറച്ച് വറുത്ത സവാളയോടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്പെഷ്യൽ മണം വരും. അപ്പോൾ കുറച്ച് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അതും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വറുത്ത സവാള. അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇടണം. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്കിയിരിക്കുന്ന ചിക്കന് ഇടണം. കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് നമുക്ക് ഗ്രേവി ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒത്തിരി ഗ്രേവി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി ഗ്രേവി ആഡ് ചെയ്തിട്ടില്ല, അത് മാറ്റി വെച്ച്. ബാക്കിയുള്ള എന്താ പറയുന്ന ഇതും അരിയോട് ഇട്ടിട്ട് പിന്നെ നമ്മുടെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ആ സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് ചേർത്തു. എന്നിട്ട് നമ്മൾ ഞാൻ വറുത്തപ്പോഴേ കിസ്മിസ് കുറച്ച് കൂടിപ്പോയി, അത് നമ്മൾ ആഡ് ചെയ്യണമെന്നില്ല, അതങ്ങ് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിപ്പം നമ്മൾ കുക്കറിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു നെയ്യ് അതിൻ്റെ മുകളിലൂടെ തൂവണേ. അപ്പം നല്ല മണമായിരിക്കും തുറക്കുമ്പോൾ. അത് നല്ല ഒരുപാട് വേണ്ട, ഒരു ടീസ്പൂൺ അത്ര ഇട്ടിട്ട് നമ്മൾ അടച്ചു വെക്കണം. പക്ഷേങ്കിൽ നമ്മൾ അതിനകത്ത് വെയിറ്റ് ഇടാൻ പാടില്ലേ, അപ്പം വെയിറ്റ് ഇടാതെ വെച്ചേക്കണം. അപ്പം സൈഡിൽ ഞാൻ സാലഡിന് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കുമായിരുന്നു. അപ്പോൾ അത് സവാളയും പിന്നെ ക്യാരറ്റും പച്ചമുളകും തൈരും ഉപ്പും ഇത്രയേ ഉള്ളൂ. അപ്പം ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല, എല്ലാം ക്ലീൻ ചെയ്തു. ആ സമയം കൊണ്ട് അതിനകത്തൂടെ ആവി വരുന്ന കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ മുകളിൽ വരെ എല്ലാം ആവി എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് അടച്ച് കുറച്ച് നേരം വെക്കണം. ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒത്തിരി പാടൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് ഒത്തിരി പാടായിട്ട് തോന്നിയില്ല. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിയാകത്തില്ല, ഈ മസാലയുടെ കുത്തൽ ഭയങ്കരമായിട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളത് ഇതേപോലെ ഈ ഒരു റെസിപ്പി ഞാൻ എവിടെയോ കണ്ടതാണ്, അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സാലഡ് റെഡിയാക്കിയപ്പോൾ പപ്പടം കൂടെ വറക്കാമെന്ന് വെച്ചു, മുട്ടയും കൂടെ പുഴുങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മറന്നുപോയി, വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് മറന്നുപോയി. അപ്പം അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുന്ന ലഞ്ചായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എപ്പോഴെങ്കിലും അല്ലെ 2 ആഴ്ച കൂടുമ്പോഴോ ഇങ്ങനെ ഇതേപോലെ ഞങ്ങളിവിടെ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പുലാവ് ഉണ്ടാക്കും, ഇറച്ചിച്ചോറ് പോലെ അങ്ങനെ വെക്കാറുണ്ട്. അല്ലാതെ വെജിറ്റബിൾ പുലാവും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം മോൾക്ക് നമ്മുടെ അരിയെക്കാട്ടി കൂടുതലിഷ്ടം ഈ ജീര റൈസാണ്. അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൾക്കും ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്കത് എന്തായാലും ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് വാൾമാർട്ടിൽ പോകണമായിരുന്നു കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ. അപ്പം നല്ലൊരു മഴ ചെറുതായിട്ട് ചാറി. ഇപ്പം ഇവിടെ എന്നും വൈകുന്നേരം ഭയങ്കര മഴയാണ്. അതുകൊണ്ട് നമ്മൾ ആ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, മഴയൊക്കെ കഴിഞ്ഞാണെങ്കിൽ അടിപൊളി തിരക്കായിരുന്നു അവിടെ. അപ്പം ഒരാൾ കുടയൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്, മോള്. അവൾക്ക് ആ കുട കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ മെയിൻ വരുന്നതെന്ന് വെച്ചാൽ പാലും അതുപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനാണ്. അതാണ് മെയിനായിട്ട് അതിനാണ് വരുന്നത്. നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടും. നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയാലും അത്ര നല്ല ഫ്രൂട്ട്സൊന്നും കിട്ടാറില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു.